ദൈവമേ, നിൻ്റെ വിളിക്കുള്ളിലെ വിളി തിരിച്ചറിയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇത്ര മാത്രമായിരുന്നില്ലേ. എൻ്റെ ശുദ്ധതയോട് ചേർന്നിരിക്കുക. നീ അറിയാതങ്ങ് പറഞ്ഞു വയ്ക്കുന്ന ഒരു മറുപടിയാണ് എൻ്റെ ശുദ്ധതയോട് ചേർന്നിരിക്കുക. ജനനമിങ്ങനെ കൈക്കുമ്പിളിൽ ഒരു കുഞ്ഞായി അമ്മ ഇങ്ങനെ എടുത്തുയർത്തുമ്പോൾ അവൾ പള്ളിനട ചവിട്ടുന്നുണ്ട്. കുഞ്ഞായിട്ട് പള്ളിനട ചവിട്ടി കുഞ്ഞുമായി എത്തിയ അവൾ ആദ്യമായി കുഞ്ഞിൻ്റെ നെറുകയിൽ പുരോഹിതനിങ്ങനെ ആനാം ഒഴിച്ച് പറഞ്ഞു വയ്ക്കുക ഇപ്രകാരമാണ്: ആദ്യ പാപം കഴുകി നീ ശുദ്ധനാകുക. ക്രിസ്തുവിൻ്റെ ശുദ്ധതയിലേക്ക് നീ അങ്ങ് കടന്നു ചെല്ലുക. കുഞ്ഞിങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ട്, ഇടവഴികളിൽ ഇങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ട്, വഴിതെറ്റി മാറുന്നുണ്ട്. വഴിതെറ്റി മാറുന്ന കുഞ്ഞ് വീണ്ടും കണ്ടുമുട്ടുക തുറന്നു കിടക്കുന്ന കുമ്പസാരക്കൂടുകളിൽ കാത്തിരിക്കുന്ന ക്രിസ്തുവാണ്. ക്രിസ്തു ഇങ്ങനെ അവനോട് പിന്നെയും പിന്നെയും പറഞ്ഞു വയ്ക്കുക: നീ നിൻ്റെ ശുദ്ധതയിലേക്ക് നടന്നെടുക്കുക, അവൻ്റെ കരുണയോട് ചേർന്നെടുക്കുക. ചാത്തിയാത്ത് കാറ്റഗിസം ക്ലാസ് എടുത്തിരുന്ന കാലഘട്ടമാണ്. വളരെ സുന്ദരമായ കാലഘട്ടം. കുട്ടികളായി ഇങ്ങനെ സന്തോഷത്തിൽ ആ ഒരു ദിവസത്തിനിടയിൽ ആ കുട്ടികളോട് അറിയാതെ അങ്ങ് ചോദിച്ചു, നിങ്ങൾ എത്ര നാളായി കുമ്പസാരിച്ചിട്ട്? എല്ലാവരും ഇങ്ങനെ 6 മാസം, 3 മാസം, 2 മാസം, 1 വർഷം എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് അതിനിടയിൽ ഒരു കുട്ടി പറഞ്ഞു, വി ഡോണ്ട് ഹാവ് സച്ച് കസ്റ്റം അറ്റ് ഹോം. ഞാനിങ്ങനെ പറഞ്ഞു, വീട്ടിലുള്ള കസ്റ്റമല്ല മോളെ, പള്ളിയിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് ഈശോയുടെ അടുത്ത് കുമ്പസാരിക്കുന്ന കാര്യമാണ്. അവൾ പറഞ്ഞു, എന്നെ അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ല ജോ. ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ കുട്ടിയാണ്. അന്നതിന് ശേഷം പിന്നീട് കുമ്പസാരക്കൂട് കണ്ടിട്ടില്ല അത്രേ. ഞാൻ പറഞ്ഞു, മോളെ നിൻ്റെ അമ്മയായിട്ടൊന്ന് എന്നെ കാണാൻ വരണം. അടുത്ത ഞായറാഴ്ച അമ്മ വന്നിട്ട് പറഞ്ഞു, കൊറോണ അങ്ങ് വന്നതിന് ശേഷം ഞങ്ങളങ്ങ് മറന്നുപോയി കുമ്പസാരത്തിനെ കുറിച്ച്. തിരക്കുകളുണ്ടാ, ജീവിതം ഇങ്ങനെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ വീട് കുമ്പസാരക്കൂട് തേടി അണയുന്നുണ്ട്. അശുദ്ധി ഇങ്ങനെ ജീവിതത്തെ മൂടിക്കഴിയുമ്പോൾ ശുദ്ധതയ്ക്ക് വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിലുണ്ട്. അവരോട് ക്രിസ്തു പറഞ്ഞു വയ്ക്കുക, ദൈവമേ, നിൻ്റെ വിളിക്കുള്ളിലെ വിളി തിരിച്ചറിയുമ്പോൾ അതിത്ര മാത്രമായിരുന്നില്ലേ. എൻ്റെ ശുദ്ധതയോട് ചേർന്ന് നിൽക്കുക. മോശ ഇങ്ങനെ മുൾപ്പടർപ്പുകൾക്കിടയിൽ കത്തുന്ന തീ കണ്ട് അല്പം ഭയത്തോടും വിറയലോടും കൂടെ നടന്നെടുക്കുന്നുണ്ട്. ആ നടന്നെടുക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു വയ്ക്കുക, നീ അഴിച്ചു മാറ്റുക. അഴിച്ചു മാറ്റുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ചെരുപ്പായിരുന്നില്ല, അവൻ്റെ അശുദ്ധി ആയിരുന്നില്ലേ. അശുദ്ധി അങ്ങ് അഴിച്ചു വെച്ച് ശുദ്ധതയിലേക്ക് നടന്നെടുക്കുക. അശുദ്ധി അങ്ങ് അഴിച്ചു വെച്ച് ശുദ്ധതയിലേക്ക് നടന്നെടുക്കുക. ഒരു പെൺകുട്ടി ഇങ്ങനെ ആദ്യ കാലയളവാണ്, പഠനത്തിനിടയിൽ കുറേ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യ മിനിസ്ട്രി കലൂർ പള്ളി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷത്തോടെ ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ആദ്യ രൂപയിൽ നിൽക്കുമ്പോൾ നീണ്ട പ്രാർത്ഥനകൾക്കിടയിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് സ്പിരിച്വൽ ഡ്രൈനസ്സാണ്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്താ സ്പിരിച്വൽ ഡ്രൈനസ്? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? അറിയില്ല അച്ഛാ. അച്ഛൻ എന്നിട്ട് തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് കുറച്ച് പരിശുദ്ധാത്മാവിനെത്താ. ഞാൻ പറഞ്ഞു, മോളെ, ഇതൊരു ദിവസം പെട്ടിക്കടയിൽ വന്ന് ചായ കുടിക്കുന്ന ലാഘവത്തോടെ കിട്ടുന്നതല്ല. നീ അവൻ്റെ ചരത്തിരുന്ന് സ്നേഹത്തോടെ ആർജിച്ചെടുക്കേണ്ടതാ ആത്മാവിനെ. അവനിങ്ങനെ ഹൃദയം തുറന്ന് നൽകുന്നുണ്ട് ആത്മാവിനെ. അപ്പോൾ അവൾ പറഞ്ഞു വെച്ചൊരു ഉത്തരവുണ്ട്, അച്ഛാ എനിക്ക് കിട്ടുന്നില്ല. എന്തേ കിട്ടാത്തത്? നീ അവനിൽ നിന്ന് ഇങ്ങനെ അകന്നകന്ന് പോകുന്നത് കൊണ്ടല്ലേ. അശുദ്ധി ഇങ്ങനെ മൂടുമ്പോൾ ശുദ്ധിയുള്ളവൻ അടുത്തിരിക്കാൻ സാധിക്കില്ല. ഇടയ്ക്കൊക്കെ അശുദ്ധി അങ്ങ് വേണ്ടെന്ന് വെച്ച് ശുദ്ധിയുടെ പുറകെ നടക്കുക. ദൈവമേ, നിൻ്റെ വിളിക്കുള്ളിലെ വിളി തിരിച്ചറിയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇത്ര മാത്രമായിരുന്നില്ലേ. എൻ്റെ ശുദ്ധതയോട് ചേർന്നിരിക്കുക. അന്നവൾക്ക് 11 വയസ്സായിരുന്നു. ഈ 11 വയസ്സിൽ അവൾ ക്രിസ്തുവിന് വേണ്ടി തന്നെ ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ആത്മാർത്ഥമായി കൊടുക്കുന്നതിനിടയിൽ ഒരു മനുഷ്യനിങ്ങനെ ശരീരത്തോടുള്ള ആക്രമണത്തോടെ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നുണ്ട്. അവളിങ്ങനെ ആക്രമിക്കുന്നതിന് മുമ്പ് അവൾ പറഞ്ഞു വയ്ക്കുക, ഇത് നിനക്കുള്ളതല്ല, ഇത് അവനുള്ളതാണ്, ഇത് നിനക്കുള്ളതല്ല. അവളെ 16 പ്രാവശ്യം കുത്തിക്കൊല്ലുന്നുണ്ട്. അവളെ നമ്മൾ മരിയാകുരത്തി എന്ന് വിളിക്കുന്നു. അവളിന്ന് വിശുദ്ധയായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. വിശുദ്ധിക്ക് വേണ്ടി, ക്രിസ്തു ആവുന്ന വിശുദ്ധിക്ക് വേണ്ടി സ്വന്തം വിശുദ്ധി ഇങ്ങനെ കൈവെള്ളയിൽ പിടിച്ച് അവന് നൽകിയവളായിരുന്നു വിശുദ്ധ മരിയാകുരത്തി. സുവിശേഷത്തിലൊരു കുഷ്ഠരോഗി അവൻ്റെ അടുത്ത് ഇങ്ങനെ ഓടി വന്ന് പറയുന്നുണ്ട്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാവും.
അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ ശുദ്ധനാകും. ഞാനും അറിയാതെ അങ്ങ് ക്രിസ്തുവിനോട് പറഞ്ഞു വയ്ക്കണ്ടേ, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. ഓരോ കുമ്പസാരക്കൂട്ടിലിരുന്ന് ക്രിസ്തു അറിയാതെ അങ്ങ് നമ്മോട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക. ആ കുമ്പസാരക്കൂട് അണയുന്നുണ്ടോ എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അറിയാതെ അങ്ങ് വരണം. ദൈവമേ, നിൻ്റെ വിളിക്കുള്ളിലെ വിളി തിരിച്ചറിയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇത്ര മാത്രമായിരുന്നില്ലേ എൻ്റെ ശുദ്ധതയോട് ചേർന്ന് നിൽക്കുക. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്, നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ്, സുന്ദരായ വരികളാണ്. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാൻ ഞാൻ, സ്വയം അങ്ങ് നന്നാവുക. ദൈവമേ, നിൻ്റെ വിളി പൗരോഹിത്യം, കുടുംബജീവിതം, ഏകസ്ഥം എന്നതിലുപരി വിളിക്കുള്ളിലെ വിളിയായ ശുദ്ധതയിലേക്കുള്ള നടന്നെടുക്കലല്ലേ, അവൻ്റെ ശുദ്ധതയോട് ചേർന്ന് നിൽക്കലല്ലേ. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ ആവർത്തിച്ചുകൊണ്ട് നിർത്തിയാണ്. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ഞാൻ ചെവിയിലോതാം, സ്വയം അങ്ങ് നന്നാവുക. നല്ല ശുദ്ധമായ യാത്ര നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.